മേഘാലയ യാത്രയുടെ 3-ാം ദിവസം ഞങ്ങൾ മൗസിൻ റാമിലേക്കാണ് പോയത്. രാവിലെ തന്നെ പോലീസ് ബസാറിൻ്റെ അവിടെ വഴിയോര ഹോട്ടലുകാർ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ഒരു ചായ കുടിച്ച് ഞങ്ങൾ നേരെ ഓഫീസിലേക്ക് നടന്നു. അങ്ങനെ ഞങ്ങളുടെ ടൈം ആയതും ഞങ്ങളുടെ ബസ് വന്നു. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ടൂർ ഗൈഡായ സോഫിയ. ഇവർ ഞങ്ങൾക്ക് പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരികയാണ്. മേഘാലയയുടെ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ ഷിലോങ് നഗരത്തിൽ ഒരുപാട് സർക്കാർ സ്ഥാപനങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യൻ ആർമിയുടെയും ഇന്ത്യൻ എയർഫോഴ്സിന്റെയും ക്യാമ്പുകൾ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും. മൗസിൻ റാം ഈസ്റ്റ് കാസി ഹിൽസിലാണ് സ്ഥിതി ചെയ്യുന്നത്. പോകുന്ന വഴിക്ക് വേറെ 2-3 ലൊക്കേഷൻ നമുക്ക് കാണാനുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ ലൊക്കേഷനിലെത്തി. ഈ കാണുന്നതാണ് മൗഫ്ലാങ് സേക്രഡ് ഫോറസ്റ്റ്. ഇതിന്റെ പേര് പോലെ തന്നെ കാസി ജനവിഭാഗം വളരെ പുണ്യമായി കാണുന്ന ഒരു ഇടമാണിത്. കാഴ്ചകൾ കണ്ട് അവിടുത്തെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഗൈഡ് ഞങ്ങളെ വിളിച്ചു. ഇദ്ദേഹമാണ് ഇവിടുത്തെ ലോക്കൽ ഗൈഡ്. ഇദ്ദേഹം ഈ സ്ഥലത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് ഞങ്ങളോട് പറഞ്ഞു തരികയാണ്. ഞങ്ങൾ അങ്ങനെ കാടിന്റെ ഉള്ളിലേക്കുള്ള യാത്ര തുടങ്ങി. കാടിന്റെ അകത്ത് കയറിയാൽ വീഡിയോഗ്രാഫി എടുക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. ഈ കാടിന്റെ അകത്താണ് ഇവിടുത്തെ ലോക്കലായിട്ടുള്ള കാസി വിഭാഗക്കാര് പൂജകൾ നടത്തിയിട്ടുണ്ടായിരുന്നത്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇപ്പോൾ ഈ കാടിനുള്ളിൽ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നും നടത്താറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ കാടൊരു സംരക്ഷിത പ്രദേശമാണ്. ഈ കാടിനുള്ളിൽ വളരെ അപൂർവ ഇനം മരങ്ങളും ചെടികളും കാണാൻ പറ്റി. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകളും കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. ഇടയ്ക്ക് ഞങ്ങളൊന്ന് ഫുഡ് കഴിച്ചു. കുറച്ച് ഉൾപ്രദേശത്തായതുകൊണ്ട് തന്നെ ഇവിടെ കടകളൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനായി ഒന്ന് ബുദ്ധിമുട്ടി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈസ്റ്റ് കാസി ഹിൽസിൽ തന്നെയുള്ള മൗലിഗ്ന എന്ന ഗ്രാമത്തിലേക്കാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം യാത്രയുണ്ട് അവിടേക്ക്. അങ്ങനെ കുറച്ചു നേരത്തെ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് എത്തി. ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്ററോട് ഉള്ളിലേക്ക് നടക്കാനുണ്ട്. ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത് 30 രൂപയാണ്. അതിവിശാലമായ ഒരു തടാകമാണ് ഇവിടെയുള്ളത്. ഈ തടാകം കയാക്കിങ്ങിന് വളരെ ഫേമസ് ആണ്. ഇവിടെ കയാക്കിംഗ് നടത്താൻ ബോട്ടുകാർ വാങ്ങുന്നത് ഒരാൾക്ക് 100 രൂപ വെച്ചാണ്. ഓഫ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ തിരക്ക് വളരെ കുറവായിരുന്നു. ഈ ലേക്കിനോട് ചേർന്ന് തന്നെ ഇവർ കൃത്രിമമായിട്ടൊരു ഡാം പണിതിട്ടുണ്ട്. മഴക്കാലമാകുമ്പോൾ ഡാമിൽ അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റും. മൗസിൻ റാം പൊതുവെ അറിയപ്പെടുന്നത് വേൾഡ്സ് മോസ്റ്റ് വെറ്റസ്റ്റ് പ്ലേസ് എന്നാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഒരു കൊല്ലം മഴ ലഭിക്കുന്ന സ്ഥലമാണ് മൗസിൻ റാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര തുടങ്ങി. മേഘാലയ യാത്രയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക.